മൂന്നാറിൽ എത്തിയ വഴി തന്നെ നേരെ ശരവണ ഭവൻ ഹോട്ടലിൽ പോയിട്ട് ഒരു ചായയും 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ മറയൂർ വണ്ടി കിട്ടുന്നിടത്തേക്ക് പോവാണ്. കാന്തല്ലൂരായിരുന്നു ലക്ഷ്യമെങ്കിലും ഇനിയിപ്പം 11:45 പോയാൽ ചിലപ്പോൾ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ തിരിച്ച് മറയൂർ വരെയാക്കി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉടുമൽപേട്ട് ബസ്സിലാണ്, KSRTCയുടെ 11:40 വണ്ടിയാണ്. അപ്പോൾ പെരിയവരി ടീ ഫാക്ടറിയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പെരിയവരി ടീ ഫാക്ടറിയുടെ ഒരു കാഴ്ചകളാണ്. അതേപോലെ ഇവിടുന്ന് പോണ വഴിക്ക് നല്ല രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളും മറയൂരിൻ്റെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന മലകളാണ് ആനമല എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ഒരു മുടിക്കാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള, അതായത് 5000 ചില്ലൻ മീറ്റർ, ഏകദേശം 5800 മറ്റോ മീറ്റർ പൊക്കമുള്ള ആനമലയുടെ ഒരു കാഴ്ചകൾ നമ്മൾ ഈ ജസ്റ്റ് ഇതിൽ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ടീ ഫാക്ടറിയാണ് ഇത്. ശരിക്കും ഇതിൻ്റെ ഒരു പേര് ഞാൻ കൃത്യമായിട്ട് നോക്കാൻ വിട്ടുപോയിട്ടോ. കടന്നു പോകുമ്പോൾ പിന്നെ വളരെ പച്ചപ്പ് മാത്രമേ നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാനുള്ളൂ. വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളില്ല, അല്ലെങ്കിൽ വേറെ മെട്രോയുടെ അങ്ങനെയുള്ള യാതൊരു കാഴ്ചകളില്ലാതെ അത്തരത്തിലുള്ള മലകളുടെ കാഴ്ചകളും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അടുത്താണ്. ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നാഷണൽ പാർക്കാണ്. കാരണം കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വരയാടുകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അങ്ങോട്ട് കയറണമെങ്കിൽ ഇപ്പോൾ അവിടെ പ്രത്യേക വണ്ടിയിൽ നമ്മൾ കയറി പോകണം. ഏകദേശം അവിടെ ടിക്കറ്റ് ഉണ്ട്, പക്ഷേ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കടന്നു പോയ ഒരു ബസ് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ്. അങ്ങനെ അത്തരത്തിൽ പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ RTCകളും KSRTC ഉണ്ട്, അതുപോലെ TNSTC ഉണ്ട്. പിന്നെ ഒരു കർണാടക RTC ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് ഈ റൂട്ടിൽ. അങ്ങനെ കുറേ വണ്ടികൾ ഈ റൂട്ടിലുണ്ട്. നമ്മുടെ ബസ് ഇഷ്ടം പോലെയുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും കാന്തല്ലൂർക്കുള്ള ബസ്സുകൾ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. മറ്റേ 4-5 പ്രൈവറ്റ് ബസ്സുകൾ മാത്രം പോയി നിന്നെടുത്ത് ഇപ്പോൾ 5-6 KSRTC ബസ്സുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഈ പോകുന്ന വഴിക്കുകളൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കുറേ സ്ഥലങ്ങളുടെ ഒക്കെ കാഴ്ചകൾ. ഈ അത്യാവശ്യം നമ്മൾ ഈ കടന്നു പോകുന്ന റൂട്ടിൽ പെട്ടെന്ന് ഈ സ്ഥലങ്ങളുടെ ഒന്നും പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല എന്നുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചകൾ. അതുപോലെ അത്യാവശ്യം ചെറിയൊരു മഴയുടെ ഒരു ആരംഭം കൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ല കാലാവസ്ഥ തന്നെയാണ്. ഒരു സൈഡിൽ നിന്ന് നല്ല തരത്തിൽ മഴക്കാർ വച്ച് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ മൂന്നാറിലെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്തരത്തിലുള്ളതാണ്. ഏത് സമയവും എങ്ങനെ ഏതൊക്കെ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാമെന്നുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു കോട നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത്. അത്തരത്തിലുള്ള കുറേ കാഴ്ചകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കുറേ ഒരു കാഴ്ചകളൊക്കെയാണ്. അതുപോലെ ഇവിടുത്തെ ഈ മൂന്നാറിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. കണ്ണൻ ദേവൻ മലയാള നിരകളുടെ ആ ഒരു മനോഹര കാഴ്ചകളും. ശരിക്കും കണ്ണനും ദേവനും അങ്ങനെ 2 പേരെയാണ്, ആ 2 പേരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ശരിക്കും ടാറ്റ കമ്പനി താങ്കളുടെ തേയിലത്തോട്ടങ്ങൾക്ക് കണ്ണൻ ദേവൻ ഹിൽസ് എന്നുള്ള ഒരു പേര് നൽകിയിരിക്കുന്നത്. കുറേ അകലായിട്ടുള്ള ഇതൊക്കെ ശരിക്കും നിബിഡ വനങ്ങളുടെ ഇങ്ങോട്ട് കാഴ്ചയാണ്. ഒരേ സമയം ഇത്തരത്തിലുള്ള തേയിലത്തോട്ടങ്ങളുണ്ടെങ്കിലും ഇഷ്ടംപോലെ നിബിഡ വനങ്ങളും അതിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ. പക്ഷേ ഈ ഒരൊറ്റ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്നൊരു കുഴപ്പമുള്ളൂ. പക്ഷേ നമുക്ക് ബോറടിക്കില്ല ഒരു കാരണവശാലും. കാരണം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാഴ്ചകൾ, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ മിനിമം ചിലപ്പോൾ ഒരു ആനയെങ്കിലും നമ്മളെ പടയപ്പ എന്ന് പറയുന്ന ആ കക്ഷിയെങ്കിലും ചിലപ്പോൾ റോഡിന് നടക്കുന്നുണ്ടാവും. ഈ ഇത്തരത്തിലേക്ക് ഇവിടെ നല്ല 300-400 മീറ്ററുകൾ താഴ്ചയുള്ള വലിയ കൊക്ക എന്നൊക്കെ പറയാവുന്ന, പക്ഷേ അവിടെയെല്ലാം ഇത്തരത്തിൽ നല്ല രസകരമായിട്ടുള്ള രീതിയിൽ ടാറ്റ വളരെ
സൗന്ദര്യമുള്ള അതിമനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ തങ്ങളുടെ തേയില ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതിൻ്റെ പരിപാലനമൊക്കെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് തന്നെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ആണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഓരോ ടൗണുകളും ഈ പോകുന്ന കാഴ്ചയിലുണ്ട്. അപ്പോൾ നമ്മൾ മറയൂരേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 44ഓളം കിലോമീറ്ററാണ് ഇവിടുന്ന് മറയൂർ എന്ന് പറഞ്ഞ ടൗണിലേക്കുള്ളത്. അപ്പോൾ മറയൂർ ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ അത്യാവശ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മറയൂർ ടൗണിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പല പ്രാവശ്യം ഞാൻ ഇത്തരത്തിൽ നമുക്ക് മടുക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു രീതി. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള കാഴ്ചകളിൽ അതിമനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ നമ്മൾ ഒരിക്കലും മടക്കില്ല. മറയൂരിൽ കുറച്ച് നേരം ഞാനൊന്ന് നടന്നു നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ എൻ്റെ ഫോൺ ക്യാമറയ്ക്ക് മുമ്പിലും കിട്ടിയ കുറേ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ. കണ്ടില്ലേ, നമ്മൾ ആ മേഘരാജികൾ ശരിക്കും ആ മലനിരകളുടെ താഴെയാണ് നിൽക്കുന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ മറയൂർ ഞാൻ ചുമ്മാ മറയൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ച് നേരം നടന്ന് കളയാം ഇനി എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ മറയൂരൊക്കെ നടക്കുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളാണ്. മറയൂരൊക്കെ പണ്ട് ഞാൻ വരുമ്പോൾ ഏകദേശം 88-ലാണ്, ഞാൻ പല പ്രാവശ്യം വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, 88-ലാണ് ഞാൻ ഈ മറയൂർ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം എത്രാമത്തെ വരവാന്ന് പോലും ഇപ്പം എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചകളാണ്. ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ച് പോരുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ അടുത്ത വീഡിയോയിലേക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മറയൂരിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. കൂടുതൽ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് വരാം എന്നെനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള കുറേ രസകരമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു നീലാകാശത്തിൻ്റെ ആകാശത്തിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ നമ്മൾ ഈ ഒരു വഴിക്കേടെ പോകുമ്പോൾ. അതുപോലെ ഇത്തരത്തിൽ ഇവിടെ റൈറ്റ് ഫ്രണ്ടിലേക്ക് സ്വൽപ്പടി ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാന്തല്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു മലയോര ഗ്രാമത്തിലേക്ക് പോകാം. ആപ്പിളിനൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ വഴിക്കുന്ന ഈ റൈറ്റ് തിരിയുന്നതാണ്, അവിടെ കാണുന്ന റൈറ്റാണ് കാന്തല്ലൂർക്കുള്ള വഴി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ. ഏതായാലും ചിന്നാറിനുള്ള വഴിക്ക് ഞാൻ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള കുറേ മനോഹര കാഴ്ചകളുണ്ട്. ഈ തരത്തിൽ മേഘം നിൽക്കുന്ന കാഴ്ച കാണാൻ വളരെ രസകരമായിട്ടുള്ള ആ മലകളുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാഴ്ചകളൊക്കെ വളരെ രസകരമാണ്. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഇതാണ് ആ കാഴ്ചകളൊക്കെ. ഗുഡ് ബൈ.